ദിലീപേണ്ട തിരിച്ചൊരു ആഗ്രഹിക്കുന്നുണ്ടോ? ദിലീപ് കോമഡിയിൽ മാത്രം നിൽക്കുകയാണ്. ദിലീപിന് ലിമിറ്റേഷൻ ഉണ്ട് ഇപ്പോൾ. എന്താ ദിലീപിന് കോമഡി മാത്രമേ കോമഡി പറ്റൂ. വേറെ പടം ചെയ്യാൻ ബുദ്ധിമുട്ടുന്നുണ്ടോ? എന്താണ് റീസെന്റ് ഒരു പോസ്റ്ററൊക്കെ പ്രിൻസ് ആൻഡ് ഫാമിലി ഫാമിലി പടമാണ്, ഫാമിലി കോമഡി ആയി. ഫാമിലി കോമഡി വരും, പക്ഷെ പുള്ളിക്ക് ഒരുപാട് ലിമിറ്റേഷൻ നടന്നതാണ്. പക്ഷെ അതിൽ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ദിലീപ് എന്താണ് ധ്യാൻ സിദ്ദീഖ്, ഈ 3 പേർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. 3 പേർക്കല്ല, 2 പേർക്ക് പ്രത്യേകത. ദിലീപ് സിദ്ദീഖിന് പ്രത്യേകത ഉണ്ട്. കറന്റില് സിനാരിയോ വെച്ചിട്ട് ഇവരുടെ ന്യൂസ് ചാനൽ ഭയങ്കര അധികം ചർച്ചയാവുന്ന 2 നടന്മാരാണ്. ഒന്ന് പാർവതി നെഗറ്റീവായിട്ട്, പക്ഷെ അത് സിനിമയെ ബാധിക്കുമെന്നോ രാംലീല ഓടിയത് ദിലീപിനെ അറസ്റ്റ് ചെയ്ത ടോപ്പ് സമയത്താണ് രാംലീല ഓടിയത്. അതൊന്നും പ്രേക്ഷകർക്ക് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. രാംലീല ഓടിയില്ല. ഞാൻ ഇവിടെ പ്രേക്ഷകർക്ക് മറവിയുടെ അസുഖം പ്രേക്ഷകർ ഇപ്പോഴത്തെ പ്രേക്ഷകർക്ക് വലിയ എത്തിക്സ് ഒന്നും ഇല്ല. ഇവിടെ ഇപ്പൊ ഈ നടി ആക്രമണ കേസ് വന്നപ്പോ ഒരുപാട് ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ആക്രമണ നടിയെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. സിനിമയിലുള്ള ആൾക്കാരാണെങ്കിൽ പുറത്തുള്ള ആൾക്കാരാണെങ്കിൽ ആളുകൾക്ക് എന്ത് പറ്റുന്ന അറിയില്ല. അപ്പൊ ഇപ്പോഴത്തെ ഹ്യാമാക്കമ്മിന്റെ റിപ്പോർട്ട് വന്നിട്ട് അതിനിപ്പോ വാർത്തകളൊന്നുമില്ല. ആദ്യത്തെ ആക്ടർ ബാല പറഞ്ഞിട്ടാണ് കുറച്ച് 3 പറഞ്ഞില്ലേ സെയിം തിങ് നടന്നത്. അതിനോട് പോയി ഞാൻ കേട്ടിരിക്കുന്ന വേറെ 10-40 പേരെ എനിക്കൊരു ഇൻഡയറക്ട് സോഴ്സിന് കിട്ടിയത് ഒരു സിനിമാ ഫീൽഡിൽ ഒരുപാട് ഓൾമോസ്റ്റ് എല്ലാവരും പെടുന്നുണ്ട്. ഒരുപാട് കേസുകളുണ്ട്. അത് രാഷ്ട്രീയ പ്രവർത്തകർ പുറത്തുകൊണ്ടിരുന്നില്ല. കാരണം അത് അവരെ ബാധിക്കും.